നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരും രാജാവാണെന്ന് കരുതരുതെന്നും തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണെന്നും ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് താൻ പറയുമെന്നും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഹൈക്കോടതി അവർക്ക് തോന്നിയത് പറയുമെന്നും അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് സർക്കാർ നടപ്പാക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിലപാട് വ്യക്തമാക്കിയത്. അടിമാലിയിലെ മറിയക്കുട്ടിക്ക് പെൻഷൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഹൈക്കോടതി തോന്നുന്നത് പറയുമെന്നും അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് നടപ്പാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ മറിയക്കുട്ടിയുടെ കേസിൽ സർക്കാരിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ചടങ്ങിൽ നിലപാട് വ്യക്തമാക്കിയത്. ആരും രാജാവല്ലെന്നും ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ലെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മറിയക്കുട്ടിയുടെ പെൻഷൻ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതിയിലും പുറത്തും സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് മൂല്യങ്ങൾ മുൻനിർത്തിയാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും ആരെന്ത് വിചാരിച്ചാലും തനിക്ക് പ്രശ്നമില്ലെന്നുള്ള ജഡ്ജിയുടെ നിലപാട്. വിധവ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിനാലായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പ്രതികരിച്ചത്. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചതായി കാണേണ്ട, ഹൈക്കോടതിയുടെ അവിടെ ഇരുന്നിട്ട് പറയുന്നത് സർക്കാരിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കേണ്ട. തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു, അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കും. 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1600 രൂപയാക്കി നൽകുന്നത് ആരും പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിധവാ പെൻഷൻ ലഭിക്കാത്ത ചോദ്യം ചെയ്ത അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിലാണ് സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചത്. സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടിയെ പോലെയുള്ളവരെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. ഇവരെ പോലെയുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നും ഹൈക്കോടതി ചോദിച്ചു. മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത്. പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. വിധവാ പെൻഷനായി നൽകുന്ന 1600 രൂപയിൽ 300 രൂപ കേന്ദ്ര വിഹിതമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അല്ലെങ്കിൽ 3 മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കണം. പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചിലവ് കൊടുക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. നേരത്തെ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് യാചനാ സമരം നടത്തി വാർത്തകളിൽ ഇടം പിടിച്ച ആളാണ് മറിയക്കുട്ടി. 5 മാസമായി വിധവാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നും പുതുവർഷത്തിന് മുൻപ് കിട്ടാനായി ഹൈക്കോടതി ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയത്. പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറയരുത്, ഏതെങ്കിലും ആഘോഷങ്ങൾ സർക്കാർ വേണ്ടത് വയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉന്നയിച്ചിരുന്നു. മറിയക്കുട്ടി VIP ആണെന്നും പെൻഷൻ നൽകാനായില്ലെങ്കിൽ 3 മാസത്തെ ചെലവ് ഏറ്റെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വാക്കാൽ നടത്തിയ പരാമർശം. ഇതുതന്നെയാണ് സർക്കാരിനെ ചൂണ്ടിപ്പിച്ചതും.